ഹായ് ഓൾ, ദിസ് ഈസ് മീ ഫാത്തിമ നെഹ്റ ഫ്രം നൊമാറ്റോ എ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു വീഡിയോയായി വന്നിട്ടുള്ളത് നമ്മുടെ മൈബിസ് ഡോട്ട് ഓൺലൈനിലുള്ള സെറ്റിംഗ്സ് ഓപ്ഷനിലുള്ള മൾട്ടിപ്പിൾ ഫീച്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് തന്നെ നമ്മുടെ SMTP കോൺഫിഗറേഷൻ അതുപോലെ തന്നെ സ്റ്റാഫ് ക്രിയേഷന്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് സ്റ്റാഫിന്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റാഫ് ക്രിയേഷനിലെ വീഡിയോയിൽ ഈ ഒരു സ്റ്റാഫിന്റെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ പെർമിഷൻസ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഈ സ്റ്റാഫിന്റെ ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SMTP കോൺഫിഗറേഷൻ നമ്മുടെ ഇമെയിൽ കോൺഫിഗറേഷൻ ചെയ്തതാണ്. നമ്മൾ ഇമെയിൽ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രം അഡ്രസ്സിൽ നമ്മൾ ഏത് മെയിൽ നിന്നാണോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോകേണ്ടത് അതിവിടെ നമുക്ക് ആദ്യം SMTP കോൺഫിഗർ ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് നമ്മളിവിടെ സിംഗിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിലാണ്, അതായത് SMTP എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെയും വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ടാഗ്സ് ആണ്. അപ്പോൾ ടാഗ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ കോണ്ടാക്ട്സിന് ലാബിലായിട്ട് അല്ലെങ്കിൽ ഒരു ടാഗ് ആയിട്ട് നമുക്കൊരു വേർഡ് കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്റ്റിന് അവരുടെ എൻക്വയറി അനുസരിച്ച് അതിനൊരു ടാഗ് കൊടുക്കുക. ഇപ്പം ഒരു ഓട്ടോമേഷൻ സർവീസ് ആണ് അവരുടെ റിക്വയർമെന്റ് എങ്കിൽ നമുക്ക് അവർക്ക് ഒരു ഓട്ടോമേഷൻ എന്നുള്ള ഒരു ടാഗ്, അതായത് അവരുടെ റിക്വയർമെന്റ് ആണോ അവരെന്താണോ എൻക്വയറി ചെയ്തത് അതിനനുസരിച്ച് അവരെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ടാഗുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഇതേപോലെ ഫോളോ അപ്പിനും അതിനനുസരിച്ച് നമുക്ക് ടാഗ് ആഡ് ചെയ്യും. അതായത് ഓരോരോ സ്റ്റേജിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ടാഗും ആഡ് ചെയ്തിട്ട് ആ ടാഗിനനുസരിച്ച് ഇപ്പോൾ ഫോളോ അപ്പ് സ്റ്റേജിലുള്ള ഒരു കോണ്ടാക്ട് ആണെങ്കിൽ ഫോളോ അപ്പ് എന്നുള്ള ടാഗ് കൊടുത്തിട്ട് ആ ടാഗ് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ഫോളോ അപ്പ് മെസ്സേജ് അയക്കാൻ, അതായത് കൺഫേംഡ് അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ്ഡ് എന്നുള്ള സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോളോ അപ്പ് എന്നുള്ള ടാഗ് ഉള്ളിടത്തോളം അവർക്ക് ഫോളോ അപ്പ് മെസ്സേജസ് ഒക്കെ അയക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമേഷനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ടാഗിലൂടെ നമുക്ക് കോണ്ടാക്റ്റിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂവിൽ നോക്കുമ്പോൾ ആ ഒരു കോണ്ടാക്റ്റിന് എന്താണ് അവരുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ അവര് ഏത് സർവീസ് റിലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാനാണ് ഈ ഒരു ടാഗ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. അതുപോലെ തന്നെ ഫോളോ അപ്പിനാണെങ്കിലും നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പ് മെസ്സേജസ് ഒക്കെ ഓട്ടോമേറ്റഡ് മെസ്സേജസ് ഒക്കെ അയക്കാനാണെങ്കിലും ഈ ടാഗിന്റെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് നമുക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ന്യൂ ടാഗ് ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് നെയിമും അതുപോലെ തന്നെ ടൈപ്പ് കോണ്ടാക്ട് ആണോ അതുപോലെ തന്നെ നോട്ടിലാണോ ഈ ഒരു ടാഗ് വരേണ്ടത് അതിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കോണ്ടാക്റ്റിൽ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ടാഗ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വരുന്നത് വാല്യൂസ് ആണ്. വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമുക്ക് പ്ലേസ് ഹോൾഡേഴ്സിൽ വരുന്ന വാല്യൂസിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമുക്ക് മാനുവലി എന്ത് വാല്യൂ ആണോ വേണ്ടത്, അതായത് നമുക്ക് ഈ ഒരു കസ്റ്റം വാല്യൂവിന് പകരം നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഈ ഒരു വാല്യൂ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ്, ഒരു ടെംപ്ലേറ്റ് എന്നൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ വെബ്സൈറ്റിന്റെ ഫൂട്ടറിൽ നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നെയിം, ഇമെയിൽ, ഫോൺ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് അഡ്രസ്സ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റിൽ ഇതായിരിക്കും വാല്യൂ ഉണ്ടാവുക. ഈ ഒരു കോഡ് കസ്റ്റം വാല്യൂ ആണ് അതിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂനെ റിപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്താണോ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് ഉണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റം വാല്യൂ വരുന്നിടത്തൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വാല്യൂസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് നമുക്ക് കോൺടാക്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നമുക്ക് കസ്റ്റം വാല്യൂസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കോൺടാക്റ്റിന്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അതായത് നമുക്കിപ്പോൾ ഒരു എൻക്വയറി റിസീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമേഷനിൽ നമ്മൾ ഇമെയിൽ ഓട്ടോമേഷനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൺടാക്റ്റിന്റെ നെയിം, അതായത് ഹായ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് നെക്സ്റ്റ് റെസ്പോൺസ് എടുക്കുമ്പോൾ അവരുടെ നെയിം തന്നെ അവിടെ ഓട്ടോമാറ്റഡ് ആയിട്ട് മാപ്പായി വരാൻ ഈ ഒരു വാല്യൂ അവിടെ കൊടുത്താലും മതി. അപ്പോൾ അവിടെ നമുക്ക് കസ്റ്റം വാല്യൂ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആഡ് വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കസ്റ്റം വാല്യൂ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുമ്പോൾ അഡീഷൻ, നമ്മൾ ഇതേപോലെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത എന്തെങ്കിലും ഫീൽഡുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കൊടുക്കേണ്ടുന്ന കസ്റ്റം വാല്യൂ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ കലണ്ടർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കസ്റ്റം വാല്യൂസ് ഇവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഡേറ്റ്, അപ്പോയിന്റ്മെന്റ് സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈം, അതിൻ്റെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്, ഈ ഒരു വാല്യൂ ഉള്ളത്. പിന്നെ ഫിനാൻസിലാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് അതുപോലെ തന്നെ അതേഴ്സ്. അപ്പോൾ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂസ് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വെബിനാർ റിലേറ്റഡ് ആയിട്ട് വരുന്നത് വെബിനാറിന്റെ നെയിം കാര്യങ്ങൾ.
നമ്മൾ ഒരു വെബിനാർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആൾക്കാർക്ക് ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ അയക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബിനാർ നെയിം എന്നുള്ളത് നമ്മൾ ആ ഒരു ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്താവും, നമുക്ക് ഈ ഒരു റീപ്ലേസ് ചെയ്യേണ്ട വാല്യൂ ഇവിടെ കൊടുത്തിട്ടാവും വെബിനാറിന്റെ നെയിം കാര്യങ്ങളൊക്കെ സബ്ജക്ട് ലൈനിൽ വരാനുള്ളതൊക്കെ അവിടെ വരും. അപ്പോൾ അത് നമ്മൾ ഇവിടെ വൺസ് സെറ്റ് ചെയ്താൽ പിന്നെ എല്ലായിടത്തും അത് തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് മാപ്പായി വന്നോളും. നമ്മൾ എല്ലാത്തിലും മാനുവലി ടൈപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് കാര്യങ്ങൾ, അതിന്റെ കസ്റ്റം വാല്യൂസ്, സെക്കൻഡ്, അതുപോലെ തന്നെ മിനിറ്റ്, 24 hour ഫോർമാറ്റ്, അതിനൊക്കെ വരുന്ന വാല്യൂസ് ആണിത്. പിന്നെ നമുക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, കോഴ്സിന്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, അതിന്റെ ഡ്യൂറേഷന് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ കോഴ്സ് കാര്യങ്ങളൊക്കെ ആക്സസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അവർക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ അയക്കുമ്പോൾ ഈ ഒരു വാല്യൂസ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കസ്റ്റം ഫീൽഡിൽ വരികയാണെങ്കിൽ നമുക്ക് കസ്റ്റം വാല്യൂസ് നമുക്ക് ഇവിടെ കാണാം. അതായത് നമ്മൾ കമ്പനി ലൊക്കേഷൻ, അതുപോലെ തന്നെ സർനെയിം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഞാനിതിവിടെ ഇങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കമ്പനി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഖത്തറാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പനി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കസ്റ്റം വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ റീപ്ലേസ് ആയിട്ട് ഈ ഒരു ഖത്തർ എന്നുള്ളത് അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് വരും. പിന്നെ വരുന്നത് ഫോൾഡേഴ്സ് ആണ്. നമുക്ക് ഈ ഒരു ഇതിനൊക്കെ, അതായത് വാല്യൂസിനൊക്കെ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സിലായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൾഡേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് ആഡ് ഫോൾഡർ ഉണ്ട്, അതുപോലെ നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് വാല്യൂസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഫീൽഡ്സ്. ഫീൽഡ്സിൽ പറയുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ ഈ ഒരു ഫീൽഡ് നെയിമുകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മളിപ്പോൾ ഫോമിലാണെങ്കിലും കലണ്ടറിലാണെങ്കിലും നമ്മൾ അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഫീൽഡുകളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇതിലെല്ലാത്തും നമുക്ക് എക്സ്ട്രാ ഫീൽഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആഡ് ഫീൽഡ് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ഫീൽഡ് നെയിമിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഇതേപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അതല്ലാതെ നമുക്കൊരു എന്താ പറയാ ലാൻഡ് മാർക്ക് കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ, അതായത് നമ്മളിപ്പോൾ അവരോട് ഒരു എൻക്വയറി, ഒരു ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷന്റെ കൂടെ ലാൻഡ് മാർക്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഫീൽഡുകൾ കാര്യങ്ങൾ, ഇതിലില്ലാത്ത ഫീൽഡുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ഫീൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനും വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ ഓൾറെഡി ഉള്ള ഫീൽഡുകളാണ്. ഇവിടെ നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കസ്റ്റം ഫീൽഡ് ടൈപ്പുകൾ, നമുക്ക് ഡിഫറെന്റ് ടൈപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് സിംഗിൾ ലൈൻ ആയിട്ട്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, അത് ഡ്രോപ്പ് ഡൗൺ, അത് അതുപോലെ നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ്, അതായത് ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് വേണ്ടി വരും. അപ്പൊ ആ രീതിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നമുക്ക് ഇപ്പം ജെൻഡറിന്റെ റേഡിയോ ബട്ടൺ, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാനുള്ളത്, കാലണ്ടർ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു ഡേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ രീതിക്കൊക്കെ നമുക്ക് ആ ഡേറ്റ് പിക്കർ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ കസ്റ്റം ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമുക്കൊരു പുതിയൊരു ഫീൽഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് ഫീൽഡുകൾ ഇവിടെ ഉണ്ട്. ഞാനൊരു ബിസിനസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് കൊടുക്കാം. അതായത് അവര് ഓൺലൈൻ ബിസിനസ് ആണോ, ഓഫ്ലൈൻ ബിസിനസ് ആണോ, അല്ലെങ്കിൽ രണ്ടും മാനേജ് ചെയ്തതാണോ എന്നൊക്കെയുള്ള രീതിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ അതിന് ഞാനിവിടെ ആഡ് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏതാണോ ഒരു ഫീൽഡ് ടൈപ്പ്, ടെക്സ്റ്റ്, സിംഗിൾ ലൈന്, മൾട്ടി ലൈന്, ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ്, അത് അപ്ഡേറ്റ് ആയി വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ന്യൂമറിക് വാല്യൂസ്, നമ്പർ, ഫോണ്, അതുപോലെ തന്നെ മണി, മോണിറ്ററി വാല്യൂ, എമൗണ്ട് വാല്യൂ കൊടുക്കാനൊക്കെ ആണെങ്കിൽ റുപ്പീസ് ആ ഒരു രീതിക്ക് കൊടുക്കാൻ അതിവിടെ മോണിറ്ററി സെലക്ട് ചെയ്യാം. അതുപോലെ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് സിംഗിൾ സെലക്ട്, മൾട്ടിപ്പിൾ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യാനുള്ളത്, റേഡിയോ സെലക്ട്, ചെക്ക് ബോക്സ് ചെയ്യുന്നത്, അതുപോലെ ഡേറ്റ് പിക്കർ. പിന്നെ വരുന്നതാണ് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. പിന്നെ സിഗ്നേച്ചറിന്റെ ഒരു ഓപ്ഷൻ വരുന്നതേ ഉള്ളൂ, അതും കമ്മിങ് സൂൺ ആണ്. ഞാനിവിടെ ഡ്രോപ്പ് ഡൗണിൽ സിംഗിൾ സെലക്ട് കൊടുക്കാണ്. അപ്പൊ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിവിടെ ഇതിന്റെ നെയിം ബിസിനസ് ടൈപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. then ഇവിടെ നമുക്ക് ഇതിന്റെ ബിസിനസ് ടൈപ്പ് തന്നെ പ്ലേസ് ഓർഡറിലും കൊടുക്കാം. പിന്നെ ഓപ്ഷൻ നെയിം നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ്, അപ്പോൾ ഓൺലൈൻ, ഓഫ്ലൈൻ ഓർ സ്റ്റോർ എന്ന് രണ്ടും ചെയ്യുന്നവരാണെങ്കിൽ ബോത്ത്. അപ്പൊ ഈ രീതിക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സേവ് കൊടുക്കാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ അഡീഷണൽ ഫീൽഡ്സിലാണ് അത് വരിക. ഇവിടെ നോക്കാം, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അഡീഷണൽ ഫീൽഡിലാണ് ഉണ്ടാവുക. ഇവിടെ ബിസിനസ് ടൈപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഈ രീതിക്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കലണ്ടറിലേക്കുള്ള ഫീൽഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
നമുക്ക് ആ ഒരു കസ്റ്റം ഫീൽഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് അവിടെ ആക്സസ് ചെയ്തിട്ട് അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് പുതിയ കസ്റ്റം ഫീൽഡുകൾ എത്ര വേണേലും നമുക്ക് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ നമുക്ക് ആവശ്യം വരുന്നത് ആ രീതിക്കൊക്കെയുള്ള ഫീൽഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ഡൊമൈൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു mybus.online കറന്റ് ഡൊമൈൻ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡൊമൈനിലാണ്. അപ്പൊ ഇതാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഓൾറെഡി വെരിഫൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നമ്മളിത് കറന്റ് യൂസ് ചെയ്യുന്ന ഡൊമൈൻ ആണ്. പിന്നെ വരുന്നത് അനലിറ്റിക്സ് ആണ്. അനലിറ്റിക്സിൽ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോൾസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കോൾസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഇമെയിലിന്റെ അനലിറ്റിക്സ്, അതായത് നമുക്ക് ഇമെയിൽ എത്ര എണ്ണം ഡെലിവേർഡ് ആയിട്ടുണ്ട്, നമുക്ക് എത്ര ഇമെയിൽസ് നമുക്ക് ഓൾറെഡി സെൻഡ് ആയിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു അപ്ലൈ കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ എത്ര എണ്ണം ഡെലിവേർഡ് ആയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ കുറച്ചും കൂടെ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ അപ്ലൈ കൊടുത്തു. അതിന്റെ ഇടയിൽ നമുക്ക് ഓട്ടോമേഷനിലൂടെ ഒക്കെ ഇത്രയും ഇമെയിൽസ് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ, ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ അനലിറ്റിക്സിൽ ഇമെയിൽ സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കോൾസിന്റെ പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ ഒരു ഇമെയിലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ടോട്ടൽ കൗണ്ട്, ഡെലിവേർഡ്, ഓപ്പൺഡ്, അത് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ഡേറ്റ് റേഞ്ചിൽ ആഡ് ചെയ്തിട്ടുള്ള ഇമെയിലിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് റേഞ്ചിൽ നമുക്ക് സെൻഡ് ആയിട്ടുള്ള ഇമെയിലിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് UTM, അതായത് നമ്മുടെ കലണ്ടർ റിലേറ്റഡ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് കാര്യങ്ങൾ, അതിന്റെ ഒക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അനലൈസ് ആണ് ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് കമന്റ് അല്ല, അതായത് നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റിന്റെ ബുക്കിംഗ് ലിങ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ലിങ്ക് നമുക്ക് അനലൈസ് ചെയ്യാൻ, അതായത് ആ ലിങ്കിലൂടെ എത്ര ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർ അതിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ ഇൻസ്റ്റഗ്രാമിന്റെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ട് കാര്യങ്ങൾ, അതിന്റെ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്കിവിടെ കോഴ്സസ് ആണ്. നമ്മൾ ഇതിൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് നമുക്കിവിടെ കോഴ്സസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഇതിൽ വരുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ അനലിറ്റിക്സ് കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ മെമ്പേഴ്സിന്റെ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ വ്യൂ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോഴ്സിന്റെ ആക്സസ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു പ്രോഗ്രസ്സിൽ നമുക്ക് ഇവിടെ വ്യൂ കൊടുത്താൽ മതി. ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ അനലിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതാണ് നമ്മുടെ മെമ്പേഴ്സ്. അപ്പൊ അവര് കോഴ്സ് എടുത്തതും കാര്യങ്ങളും, അതിന്റെ കോഴ്സ് കാര്യങ്ങൾ, ടോട്ടൽ കോഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ കോണ്ടാക്ട്സ് ആരൊക്കെ കോഴ്സ് എടുത്തിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അനലിറ്റിക്സിൽ വരുന്നത്. അതായത് കോഴ്സിന്റെ അനലിറ്റിക്സ്, ഇമെയിൽസ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ, ലിങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ അനലിറ്റിക്സ്, അതുപോലെ തന്നെ കോഴ്സസിന്റെ. പിന്നെ അത് വോൾട്ട് ആണ്. വോൾട്ട് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടുന്ന ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു ആവശ്യങ്ങൾക്ക് നമുക്ക് ഗാലറിയിൽ പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അങ്ങനെ പോയിട്ട് നമുക്ക് ഫയൽസിന് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അത് ഫോട്ടോ ആയിട്ടാണെങ്കിലോ, വീഡിയോ ആയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആയിട്ടോ, ഓഡിയോ ആയിട്ടോ, എങ്ങനെയാണ് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് ഇവിടെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓരോ ഓട്ടോമേഷനിലൊക്കെ നമുക്കൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇത് അയക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അതിനാവശ്യമുള്ള ഇമേജ് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്താണ് ബ്രാൻഡിങ്. ഇപ്പൊ ഇവിടെ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ബ്രാൻഡിങ് പോലെ ചെയ്തത് തന്നെയാണ്. അതായത് അതിന്റെ നെയിം കാര്യങ്ങൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് മെനു ഐക്കൺ കളർ, ടോപ്പ് മെനു ഐക്കൺ കളർ, അതിന്റെ ബട്ടൺ കളർ, അതുപോലെ തന്നെ ഹോവർ ചെയ്യുമ്പോൾ വരുന്ന കളർ, അതൊരു കാര്യങ്ങളൊക്കെയാണ്. ലോഗോ ഇമേജ്, ബാനർ ഇമേജ്, അതുപോലെ തന്നെ ഫെവിക്കോൺ ഇമേജ്, അതൊക്കെയാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പേജ് ലോഡ് ആവുമ്പോൾ ചൂസ് ലോഡർ ടൈപ്പ്, നമുക്ക് എന്താണോ കാണേണ്ടത് ആ ഒരു ഐക്കണ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബാനറിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ആപ്പ് സെറ്റിംഗ്സ് ആണ്. ഇത് നമുക്ക് ഇപ്പം കറന്റ് പ്രോസസ്സിംഗ് ആണ്. ഇതിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. കമ്മിങ് സൂൺ ആണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ബ്രാൻഡിങ്ങിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലോഗോ കാര്യങ്ങള് ഒരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. പിന്നെ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ അതും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് ആപ്പ് സ്റ്റോർ. ആപ്പ് സ്റ്റോർ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ ടൈമിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫാബ്ലി കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ LLM കണക്റ്റഡ്, അതായത് നമ്മുടെ AI ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ LLM കണക്ട് ചെയ്യണം. നമ്മുടെ ഓപ്പൺ എയുടെ API കീ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ടത്, കോൺഫിഗർ ചെയ്യാനുണ്ട്. ഇവിടെ ഓൾറെഡി ഇൻസ്റ്റഗ്രാം കണക്റ്റഡ് ആണ്. പിന്നെ ഫേസ്ബുക്ക് നമുക്ക് ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഇതേപോലെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഫേസ്ബുക്ക് പേജിലേക്ക്. ഇവിടെയാണ് നമ്മുടെ ഒരു ആപ്പ് സ്റ്റോർ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ അഫിലിയേറ്റ് ആണ്. അഫിലിയേറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന്റെ ക്വാളിഫൈ ആസ് എൻ അഫിലിയേറ്റ്, നമ്മൾ ഇതിന്റെ അകത്തുള്ള പ്രോഗ്രാമിന് നമ്മൾ അഫിലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന്റെ കൂടെ പിന്നെ നിങ്ങൾ വേറൊരാൾക്കും കൂടെ നിങ്ങൾ ഇത് റെഫർ ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മളൊരു അഫിലിയേറ്റ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അഫിലിയേറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. അതിന് നമുക്ക് അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് ഇതിൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് നോട്ടിഫിക്കേഷൻസ് ആണ്. ആപ്പ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇതിലുള്ളത്. അതായത് നമുക്ക് ന്യൂലി ഇടുന്നത്, അതുപോലെ തന്നെ ന്യൂ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്താൽ വരുന്നത്, റെഫറൽ ഏൺ ചെയ്താൽ, ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ എറേഴ്സ് ആണെങ്കിൽ, പിന്നെ പ്രൊഡക്റ്റ് സോൾഡ് ആണെങ്കിൽ, അതുപോലെ നോട്ടിഫിക്കേഷൻ ഫ്രം ഓട്ടോമേഷൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസിൽ ഇവിടെ എനാബിൾ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻസ് ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഞാൻ എനാബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് റിക്കവർ ആണ്. അതായത് നമുക്കിവിടെ നമ്മുടെ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുള്ള പൈപ്പ് ലൈന് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോൺടാക്ട്സിന്റെ കേസിലാണെങ്കിലും നമുക്ക് ഇവിടെ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്ത കോൺടാക്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടുന്ന് റിക്കവർ കൊടുത്തിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ആണെങ്കിലും CRM ആണെങ്കിലും നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് രണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് വീണ്ടും റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു റിക്കവറിലുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കസ്റ്റമറിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സർവീസിനെ കൂടുതൽ നമുക്ക് എൻഹാൻസ് ചെയ്യാനാണെങ്കിലും, ബ്രാൻഡിങ് ആണെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ കണക്ട് ചെയ്യാൻ ആപ്പ് സ്റ്റോർ ആണെങ്കിലും, പിന്നെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ടാഗ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ആഡ് ചെയ്യാൻ അതിന്റെ കസ്റ്റം ഫീൽഡിൽ നമുക്ക് കൊടുക്കുന്നതാണെങ്കിലും, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂ കസ്റ്റം ഫീൽഡ്സുകൾ ആഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക, നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫ് ക്രിയേഷനിലാണെങ്കിലും അല്ലെങ്കിൽ SMTP-യിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ടാഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.